ഹലോ ഗായ്സ്, എല്ലാവർക്കും ട്രാവൽ അവറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്തെങ്കിലും ചെറിയൊരു പരിപാടിയാണ്. ഒന്നുമല്ല, കട്ട് വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ പേടിക്കണം, സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ചേട്ടായി അറിയാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് ചേട്ടായിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഫ്രൈഡേ ആണ് ആക്ച്വലി. അതുകൊണ്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. സൺഡേ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ, കാരണം അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അച്ഛനോടൊപ്പം സൺഡേ പള്ളിയിൽ പോകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചും ഈ ഡെക്കറേഷനൊക്കെ എന്തിനാണെന്ന്. പക്ഷെ ഇന്ന് എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേക്കുന്നത് ഇന്ന് പരിപാടി ഒന്നുമില്ല, വൈകുന്നേരം ഭക്ഷണം, നോർമൽ ഭക്ഷണം അത്രേ ഉള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ചെറിയൊരു പായസം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ്, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഫസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഗിഫ്റ്റ് ഓൾറെഡി വാങ്ങിയായിരുന്നു. ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായി, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പൊ ആ വാച്ച് ചേട്ടന്റെ കയ്യിൽ തന്നെ വന്നത് കൊണ്ട് എന്റെ ആ ഗിഫ്റ്റ് പൊളിഞ്ഞു, സർപ്രൈസും പൊളിഞ്ഞു. ഇതിന് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ലാംഗ്വേജ് ഒന്നും അത്ര അറിയില്ലാത്തതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ചേട്ടായി അറിയുമായിരുന്നു. ഇപ്പൊ ഞാനും ലാംഗ്വേജ് ഒക്കെ ആയതുകൊണ്ട് ചേട്ടായി അറിയാതെ ഞാൻ തന്നെ വാങ്ങിയിട്ട് ഞാൻ തന്നെ പാക്ക് ചെയ്താണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്തായിരിക്കും എക്സ്പ്രഷൻ ഒക്കെ എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ വന്നിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ട്. നമുക്ക് വരുമ്പോൾ ആ എക്സ്പ്രഷൻ തൊട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് ഇതൊന്ന് കൊടുക്കണം. ഇതൊന്ന് കൊടുക്കും, പായസം കുടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ ഇന്ന്. പിന്നെ സൺഡേയിലെ വീഡിയോ അന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കുവേ. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് ചേട്ടി, ഞാൻ വ്ളോഗ് എടുക്കുക, ഫോട്ടോ എടുത്തതല്ല. വ്ളോഗ് എടുത്തത്. പുതിയ ഷർട്ടാണ്. എന്ത് ഇൻട്രോഡക്ഷൻ? നിങ്ങൾക്ക് ഇൻട്രോഡക്ഷൻ ഒന്നുമില്ല. ഇൻട്രോഡക്ഷൻ വാലന്റൈൻസ് ഡേ ഫസ്റ്റ് പാർട്ട്, ഇത് പാർട്ട് 2 ആണ്. ഞാൻ രാവിലെ ഒരാൾ പറഞ്ഞപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോവാന്ന്. ഞാൻ അവര് പറഞ്ഞു വേണ്ട, ഞാൻ ഒരുങ്ങിയില്ല, അതുകൊണ്ട് ഒരുങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ഫോട്ടോ എടുക്കാമെന്ന്. ഇപ്പോഴോ? ഇപ്പൊ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് 2 കോട്ട് പൗഡർ ഒക്കെ ഇട്ടിട്ട് നല്ല മേക്കപ്പ്, വായിലെ കയ്യിലും വെച്ച്. ഓക്കെ, ഇന്നൊരു പരിപാടി ഇല്ലല്ലോ, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് ഇന്നൊരു പരിപാടി ഇല്ലല്ലോ, വെള്ളിയാഴ്ചല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാ. നമ്മളിന്നും പ്ലാൻ ചെയ്തിട്ടില്ലോ. ചുമ്മാ രസമല്ല അവിടെ ഇരിക്കുന്നത്, ചുമ്മാതെ ഒരു രസം. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തിരിക്കുകയാണ് ചാട്ടി. ഇതെന്താ ഇങ്ങനെ? നല്ല ലുക്കുണ്ട്. എന്നാന്നറിയാവോ? ബലൂണ്, നീല, അങ്ങനെ കളർഫുൾ ബലൂണ്. എനിക്കെന്നെ ഭ്രാന്തുണ്ടായിരുന്നു ഇങ്ങനെ ബലൂൺ ആക്കാഞ്ഞിട്ട്. അതല്ല ബലൂൺ ആക്കിയത്, പായസം വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് പായസം കുടിക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഒരു വ്ളോഗും ആകും. ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ, ബാക്കി സൺഡേ അല്ലേ. വേണ്ട ചേട്ടാ, അവിടെ ഇരുന്നോ, ഞാനിത് ഇവിടെ വെക്കാം. വേണ്ട ചേട്ടാ, കസേര എടുത്തിരുന്നോ, മടുത്ത് കാണൂലേ, ഇരുന്നോ. ഞാനിങ്ങനെ കഥ ഞാൻ മാത്രമോ നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങളിത് ഈ വീഡിയോ പാളിപ്പോയ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. പായസം ഇപ്പൊ നിങ്ങൾ വരുവാ? ഇതിന് കുപ്പിയാണോ? സ്പൂണാണ്. എങ്ങനെ സ്പൂണോ? ചേട്ടി ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങിട്ട് പാണ്ടൊന്നും മേടിക്കല. എനിക്ക് ഇങ്ങനെ അടിച്ചു വരാനൊന്നും പറ്റത്തില്ല. പാണ്ട് വീടും മപ്പാൻ വീടും. കേക്ക് നമ്മള് സൺഡേ മുറിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പിന്നെ അറിയാലോ. അച്ഛനില്ല, ആവശ്യമില്ല. അച്ഛനില്ല, നമുക്കൊരു ആവശ്യമില്ല. അതുകൊണ്ട് അച്ഛന്റെ അടുത്ത് പോയിട്ട് സൺഡേ ആണ് അത്. അപ്പം അന്ന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്നിച്ചൊരു വ്ളോഗ് ഇടാം. ഇതിന് മാത്രം ഉള്ളതൊന്നും ഇല്ലല്ലോ, ഒരു പായസം കുടിക്കുന്ന മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ ഡ്രസ് ഇട്ട് പോയാലോ വ്ളോഗ്. രാവിലെ ഇപ്പൊ വരാവേ, ഇപ്പൊ വരാം. പായസം കുടിച്ചു കഴിഞ്ഞോ? ആൾക്കാർ വിചാരിക്കും ഞാൻ ആത്തിപ്പാന്നാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ഞാൻ സ്വന്തം മേടിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഹിന്ദി ഒന്നും അറിയത്തില്ലെന്നാ വിചാരിച്ചേ?
അല്ല എന്നാ എന്നെ വിളിക്കൂല ഇത് വിളിക്കൂല. ഞാൻ സ്വന്തം മേടിച്ചതാ. എനിക്ക് ഹിന്ദി അറിയാലോ. ഞാൻ സ്വന്തം മേടിച്ചു. കേട്ടോ ആ അത് വെയിറ്റ് ഉണ്ടല്ലോ. പൊട്ടിച്ച അവർക്ക് കാണുകയും ചെയ്യാം. കുടിച്ചിട്ട് കുടിക്കാം. ഇവിടെ അതൊന്നും എന്ത് പണിയും ചെയ്തു. അവിടെ ഇത് മാത്രം ഒടിച്ചിട്ട് സമയം എടുത്ത് പൊളിക്കണം. ഈ ചേട്ടയ്ക്ക് ക്ഷമയില്ലാന്ന് അറിയാലോ. ഇത് ഒരിക്കലും തുറക്കാൻ പിടിക്കാൻ പറ്റുന്നില്ല. ഇതല്ല ഗിഫ്റ്റ് ബോക്സ് വേറെയാ. ബോക്സ് ഇത് വേറെ ഗിഫ്റ്റ് ബോക്സാ. പിന്നെ പാലമേടിക്കെല്ലാം മേടിക്കാൻ മാത്രം എനിക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങിയില്ല. ഇത് പപ്പ തന്ന പോക്കറ്റ് മണിയാണ്. പാൻറ്റല്ല ജീൻസാ. പാൻറ് ഇല്ല ജീൻസ്. അതുകൊണ്ട് എല്ലാം വലിച്ചു വയ്ക്കുന്നേ. ചേട്ടൻ ഞാൻ ഒട്ടിക്കുന്നു. അതധികം ഞാൻ ഒട്ടിച്ചിട്ടില്ല. കാരണം വിൽക്കാൻ പറ്റാതിരിക്കാം. കറക്റ്റ് ആണോ നമുക്ക് നോക്കണേ. ഇത് ഇഷ്ടപ്പെട്ട നോക്കി ഇഷ്ടപ്പെടാൻ കറക്റ്റാ മനസ്സിലായി. ഇതോ പിസ്ത ആയതുകൊണ്ടായിരിക്കും നോക്കുന്നത്. പിസ്ത തിന്നാം. പിസ്ത കളറുള്ള സാധനം പറ്റിയല്ല. ഇത് ചേട്ടയ്ക്ക് ഇല്ലാത്ത കളറാണ്. ഇത് സ്കൂളിൽ കൊണ്ടുവന്നില്ലേ. ഞാൻ അതിന് എങ്ങനത്തെ കൂട്ടൊക്കെ വാങ്ങിയത്. ഇത്തിരി മോഡലുള്ള വരയും കുറിയൊക്കെ ഉള്ളത് കൂട്ട് വാങ്ങിയത്. സ്കൂളിൽ തരില്ല. ഇത് യോയോടെ അല്ല, ഫോർമൽ ഷർട്ടാ. ചെളി ഇല്ല, ഞായറാഴ്ച കൊണ്ടുപോയി കൊല്ലാനും എക്സ്ട്രാ ഒരു പെണ്ണിനും കൂടെ തിരിച്ചു കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് ഒത്തിരി പോയാൽ ക്യാമറ പോകും. അപ്പൊ ഇപ്പൊ അടുത്ത് പോകും. കാണിച്ചു. ഹായ് ഗൈസ്, ഇതാണ് ഷർട്ട്. ലൂസാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോ നിങ്ങൾ കണ്ടോ അങ്ങനെ ജീൻസ്. ഇതെനിക്ക് ജീൻസ് നോക്കിക്കേ ചേട്ടാ. ലെങ്ത് ഒക്കെ ഒന്ന് നോക്കിക്കേ ജീൻസിന്. അതല്ല, ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോകല്ലേ, ക്യാമറ കിട്ടൂല. ഇവിടെ ഉണ്ടാകുന്നത്ര ജീൻസ് നോക്കുമ്പോ ഇനി ഇറക്കം കുറവ് പോലെ തോന്നി. ഇതെനിക്ക് ഇല്ലാത്ത കളറാ. അതില്ലാത്ത കളറാണ്. എന്നിട്ട് ഇനി കോമഡി ഉണ്ട്. ഞാൻ ഒരു ദിവസം ചേട്ടനെ വിളിച്ച് ചേട്ടയ്ക്ക് പിസ്ത കളറുള്ള ഷർട്ട് ഇഷ്ടമാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് പിസ്ത കളറുള്ള ഞാൻ ചപ്പ കുഴപ്പമില്ലേ. അപ്പൊ ചേട്ടനോട് ചോദിച്ചു കുഴപ്പമില്ലേ ചേട്ടൻ. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ ഇത് വാങ്ങിയെന്ന് വെച്ചിട്ടാ ഞാൻ ഇതെല്ലാം ചോദിക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ചുമ്മാ എന്നിട്ട് ചേട്ടായിന്റെ നമ്പർ ഞാൻ റിമൂവ് ചെയ്ത് മറ്റേ പുള്ളി വിളിക്കാതിരിക്കാൻ താഴത്തെ കടയിൽ നിന്ന് ഞാൻ ലക്കിനെ എന്നിട്ട് അയാൾ അവിടെ വന്ന വാടെ പുള്ളിക്കാരൻ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റിൽ റോഡിൽ നിൽക്കുന്നുണ്ടോ? അല്ല, നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മാർക്കറ്റിൽ പോയില്ലേ. അപ്പൊ മറ്റേ ഡയറക്ടർ മാഡത്തിന്റെ പിയെ വിളിച്ചില്ലേ. ചേട്ടി ഫോൺ വിളിച്ചങ്ങ് പോയില്ലേ. അപ്പൊ ലക്കി എടുത്ത് ഇങ്ങനെ പോകുന്ന കണ്ടില്ലായിരുന്നോ. ഇത് സീക്രട്ടിൽ ഇത് പറഞ്ഞു. ഇന്ന് കൊറിയർ വന്നോന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനെ കേട്ടിക്കാൻ ഞങ്ങള് പറഞ്ഞതല്ല അങ്ങനെ. ചെറിയ സംശയം തോന്നിയ ഞാനിങ്ങനെ പോയേ. അപ്പൊ ഇത് വരുമെന്ന് അറിയാലോ. വന്നിട്ടും ഇല്ലെന്ന് ലക്കി പറയുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഞാൻ നോക്കുമ്പോ കൊറിയർ ഇങ്ങനെ നോക്കുമ്പോ ഡെലിവറി. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാതെ തിരിഞ്ഞു നോക്കുമ്പോ എന്നെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചേട്ടൻ തിരിഞ്ഞില്ല, നേരെ തന്നെ പോവാ. ഞാൻ അപ്പൊ ഇങ്ങനെ കാണിച്ചു. അല്ലേലും പിടിക്കൂല. നീ കൈ കാലിട്ട് കാണിക്കാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ ലക്കിനെ കാണിച്ചു നമ്മളങ്ങനെ സൺഡേ കേക്ക് മുറിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പള്ളി വന്നു, കുർബാന എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ 3 പേരെ അറിയാം. പക്ഷെ പുതിയൊരാളുണ്ട്. ഞങ്ങളുടെ സ്വന്തം ബ്രദറാണ്. അപ്പൊ ഞങ്ങൾക്കൊരു പുതിയ ബ്രദറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ്. Happy birthday to you. Happy birthday dear Yonu. Happy birthday
birthday to you. May the good God bless you. May the good God bless you. May the good Lord bless you, dear Karumal. Happy birthday to you.